Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അതായത് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ് അല്ലെ. വിദ്യാഭ്യാസ രംഗത്തെ പ്രഗത്ഭയാണ് മറിയ മോണ്ടിസോറി. അവരുടെ കാലഘട്ടം 1870 മുതൽ 1952 വരെയാണ്. ആരാണ് മറിയ മോണ്ടിസോറി? ഇറ്റലിയിലാണ് അവരുടെ ജനനം. അത് നിങ്ങൾക്കറിയായിരിക്കും അല്ലെ. ഇപ്പൊ റോം സർവകലാശാലയിൽ നിന്ന് MD ബിരുദം നേടി ഡോക്ടറായ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഡോക്ടറായിരിക്കെ അവര് കുറച്ച് കുട്ടികളെ ചികിത്സിക്കുകയായിരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാല് കുറച്ച് മാനസികമായിട്ട് പരിമിതികൾ ഉള്ള കുട്ടികളായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറവാണ് ഈ പഠന പരിമിതിക്ക് കാരണം എന്നുള്ളതാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പഠന പരിമിതിയെ ഒരുവിധം മറികടക്കാൻ സാധിക്കുമെന്ന് അവർ കണ്ടെത്തി. അവിടെ നിന്ന് അവര് ഡോക്ടർ എന്ന പദവിയിൽ നിന്ന് എങ്ങോട്ട് കടക്കുകയാണ്? അധ്യാപന രംഗത്തേക്ക് കടക്കുകയാണ്. അപ്പൊ അവരാവിഷ്കരിച്ച ഒരു രീതിയുണ്ട്, ബോധന രീതിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോണ്ടിസോറി രീതി. അപ്പൊ മോണ്ടിസോറി രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ മറിയ മോണ്ടിസോറി, ഡോക്ടർ മറിയ മോണ്ടിസോറി ആണ് അല്ലെ. അപ്പൊ അവര് ഏകദേശം 1907 അവിടെ ഇറ്റലിയിലാണ് ഈ ബോധന രീതി അവർ കൊണ്ടുവന്നത്. അവിടുത്തെ വിദ്യാലയങ്ങൾ ഈ പഠന രീതിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ചുമതലപ്പെടുത്തി. അപ്പൊ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ അവരെന്ത് ചെയ്തു? ഈ മോണ്ടിസോറി രീതി വികസിപ്പിച്ചെടുത്തു. അപ്പൊ ഇത് വളരെയധികം ലോക ശ്രദ്ധ നേടുക മാത്രമല്ല, ഓരോ രാജ്യങ്ങളും അവരെന്ത് ചെയ്തു? അവരിലേക്ക് ക്ഷണിച്ചു. എന്തിനാണ്? അധ്യാപക പഠനത്തിന് വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുകയാണ് ചെയ്തത്. അപ്പൊ കുട്ടികളുടെ ഇന്ദ്രിയ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് മോണ്ടിസോറി രീതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഭാരതവും ഇന്ത്യയും എന്ത് ചെയ്തു? അവരെ ക്ഷണിക്കുകയുണ്ടായി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അധ്യാപക പരിശീലനത്തിന് അവർ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ത്യയിലൊട്ടാകെ എന്നല്ല, രാജ്യങ്ങളുടെ പല ഭാഗത്തും മോണ്ടിസോറി രീതിക്ക് വളരെയധികം പ്രശസ്തി ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇവരെവിടെ നിന്നാ വരുന്നത്? ഒരു ഡോക്ടർ എന്ന പദവിയിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു അധ്യാപികയായിട്ട് മാറി അല്ലെ. അപ്പൊ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസം അല്ലെ, ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു മോണ്ടിസോറി ടീച്ചർ ആകാൻ സാധിക്കും. ഒരു +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി മുതൽ ഇപ്പോൾ ഒരു റിട്ടയർഡ് അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ റിട്ടയർഡായ മറ്റേതെങ്കിലും ജോലിയിൽ നിന്ന് വിരമിച്ച ഒരാൾക്ക് വരെ എന്ത് പഠിക്കാൻ സാധിക്കും? മോണ്ടിസോറി TTC പഠിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. എന്നാൽ ഓപ്പർച്യൂണിറ്റികൾ ധാരാളമുണ്ട്, ലോകത്തെമ്പാടുമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുവാനും ഇത് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഓരോ അമ്മമാർക്കും, ഓരോ +2 കഴിഞ്ഞ ഓരോ വിദ്യാർത്ഥിനികൾക്കും അടുത്ത കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന നിലയിൽ എന്ത് ചെയ്യാം? മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇന്ദ്രിയ പരിശീലനം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കിച്ചണിൽ തന്നെ നിങ്ങളുടെ കുട്ടികൾ അരിമണികൾ പറക്കുന്നു അല്ലേ. കിച്ചണിൽ വന്നിട്ട് അരിമണികൾ പറക്കാറില്ലേ കുട്ടികൾ? ഉണ്ട് അല്ലേ. നിങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് നിലത്തിട്ടിട്ട് കുട്ടികൾ പറക്കി ഇടാറുണ്ട്. അവിടെ ഒരു തരം ഇന്ദ്രിയ പരിശീലനമാണ്. മണികൾ പിറക്കിയിടുന്നു അല്ലേ, സംഖ്യാബോധനം നടക്കുന്നു, സ്പർശം നടക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു രീതി തന്നെയാണ് നമ്മൾ എവിടെയും അവലംബിക്കുന്നത്. ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ. അവിടെ അങ്ങനെ തന്നെയാണ്. അരിമണികൾ പറക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ നിറം, ആകൃതി അല്ലേ,
അതിനെക്കുറിച്ചൊക്കെ കുട്ടിയെ അവബോധിപ്പിക്കുന്നു. അതെങ്ങനെയാണ് അവബോധം നൽകുന്നത്? എങ്ങനെയാണ്? കുട്ടി സ്വയം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു അധ്യാപകൻ നിരീക്ഷകനായി, ഒരു കൗൺസിലറായി അവിടെ കാണുകയേ ചെയ്യുന്നുള്ളൂ. അവിടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു അധ്യാപികയാകാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റികളെ മനസ്സിലാക്കുക. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഈ ചിത്രം നോക്കൂ. ആ കുട്ടികളെ സ്പർശത്തിലൂടെ അല്ലെങ്കിൽ നിറത്തിലൂടെ കുട്ടികളാണ് സ്വന്തമായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അല്ലേ? നോക്കൂ, അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്, എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്, ദ സീക്രട്സ് ഓഫ് എഡ്യൂക്കേഷൻ, ചൈൽഡ് ട്രെയിനിങ്, ദ ചൈൽഡ്സ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ, റീകൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ, ദ മോണ്ടിസോറി മെത്തേഡ്, ദ അഡ്വാൻസ് മോണ്ടിസോറി മെത്തേഡ്. അപ്പം ഇതെല്ലാം അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം മറിയ മോണ്ടിസോറിയെ കുറിച്ച് മനസ്സിലായി. നിങ്ങൾക്കും എന്ത് ചെയ്യാം? ഒരു അധ്യാപികയാകാം, ഒരു അധ്യാപകനാകാം. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അബ്രോഡ് പോകാം. ഇനി ഇപ്പോൾ എബ്രോഡ് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ എന്ത് പഠിക്കാം? മോണ്ടിസോറി TTC പഠിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നമ്മുടെ CCയിൽ നമ്മുടെ അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CCയോടൊപ്പം ചേർന്ന് പഠിക്കാം, അധ്യാപികയാകാം. കയ്യിലൊരു +2ഉം മുന്നിലൊരു പാഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അധ്യാപിക നിങ്ങൾ തന്നെയായിരിക്കും. അപ്പം നമ്മുടെ CCയോടൊപ്പം ചേർന്ന് പഠിക്കാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9544455225 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം. താങ്ക് യു. Download now. CC Learning app.